പത്തരമാറ്റിൻ പൊന്നും പുടവയും. ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട. നമസ്കാരം. വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവുമായി 2 യുവാക്കളെ പുൽക്കീഴ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിനെ തുടർന്ന് സംയുക്ത നീക്കത്തിലാണ് ഇവർ കുടുങ്ങിയത്. കോട്ടയം പള്ളിക്കച്ചിറ പായിപ്പാട് അമ്പാട്ടുപറമ്പിൽ വീട്ടിൽ സുമിത് സാബു, കോട്ടയം പായിപ്പാട് തൃക്കൊടുത്താനം പ്ലാപ്പറമ്പിൽ വീട്ടിൽ ടിൻസൺ എന്ന അരുൺ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.833 കിലോ കഞ്ചാവ് പിടികൂടി. പുൽക്കീഴ് പോലീസ് ബുധനാഴ്ച പുലർച്ചെ 3 കേസ് രജിസ്റ്റർ ചെയ്ത തുടർ നടപടികൾ സ്വീകരിച്ചു. ഇന്നലെ രാത്രി 10:20 ആലുംതുരുത്തി പാലത്തിന് സമീപത്ത് വെച്ച് മാങ്ങാർ ഭാഗത്തു നിന്ന് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വന്ന യുവാക്കളെ തടഞ്ഞ് കസ്റ്റഡിയിലെടുത്തത്. അരുണാണ് ബൈക്ക് ഓടിച്ചത്. പിന്നിരുന്ന സുമിത്തിന്റെ മടിയിൽ സൂക്ഷിച്ച തുണിസഞ്ചിയിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത്. സുമിത് കേസിൽ 1ാം പ്രതിയാണ്. തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു പോലീസ് നടപടി. പുൽക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ചെറുപൊതികളിലാക്കി വിൽപ്പനയ്ക്കായി വാങ്ങിക്കൊണ്ടുവന്നതാണെന്ന് യുവാക്കൾ പോലീസിനോട് സമ്മതിച്ചു. മാന്നാർ വഴി കോട്ടയത്തേക്കുള്ള യാത്രക്കിടെയാണ് ഇവർ പോലീസിന്റെ വലയിൽ കുടുങ്ങിയത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ചത് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘത്തിൽ SI ഉണ്ണികൃഷ്ണൻ, SCPO അനീഷ്, CPOമാരായ അനിൽകുമാർ, അജ്മോൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പോലീസിനെ കണ്ട് കടന്നു കളയാൻ ശ്രമിച്ച യുവാക്കളെ സാഹസികമായി വളഞ്ഞു പിടിക്കുകയായിരുന്നു. കഞ്ചാവ് കണ്ടെടുത്ത ശേഷം പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു. കല്ലൂപ്പാറയിലുള്ള ഒരാളിൽ നിന്ന് 38,000 രൂപയ്ക്ക് വാങ്ങിയതാണെന്നും കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയാണെന്നും പോലീസിനോട് ഇവർ സമ്മതിച്ചു. പിന്നീട് നടത്തിയ ദേഹപരിശോധനയിൽ സുമിത്തിന്റെ പാലിന്റെ പോക്കറ്റുകളിൽ നിന്നായി പണവും മൊബൈൽ ഫോണും കണ്ടെടുത്തു. 2ാം പ്രതിയായ അരുണിന്റെ പക്കൽ നിന്നും മൊബൈൽ ഫോണും ഡെബിറ്റ് കാർഡും കണ്ടെടുത്തിട്ടുണ്ട്. സുമിത്ത് കീഴ്വായ്പൂർ, തൃക്കൊടുത്താനം, തിരുവല്ല, തെന്മല പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തിരുവല്ല ഒഴികെയുള്ള സ്റ്റേഷനിലേത് കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളാണ്. മാരകായുധവുമായി ലഹളയുണ്ടാക്കിയതിനും മറ്റും രജിസ്റ്റർ ചെയ്ത കേസാണ് തിരുവല്ലയിലേത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹ ഡിസൈനർ ബ്യൂട്ടി, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു. കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും. nihaboutique.com എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം. കോൺടാക്ട് 7902296725.